നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചന കേൾവികൾ നമ്മുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും വിടുതലും ആശ്വാസവുമാണല്ലോ. നിരന്തരം ദൈവത്തിന്റെ വചനം കേൾക്കുവാനും പ്രാപിപ്പാനും അതിലൂടെയുള്ള അനുഗ്രഹങ്ങളൊക്കെ കരസ്ഥമാക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഈ അവസരങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണ്. അതിന് നന്ദിയുള്ളവരായി ദൈവവചനത്തിലേക്ക് കൂടുതലായി അടുക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ദാനിയേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ദൈവത്താൽ ശുഭപ്പെട്ടിരിക്കുന്ന ഒരു ദാനിയേലിനെയാണ് ഈ വാക്യത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ താനായിരിക്കുന്ന ചില മേഖലകൾക്കകത്ത് തൻ്റെ ജീവിതത്തിൽ ശുഭത വെളിപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു ശുഭത നൽകാൻ ദൈവത്തിന് ആഗ്രഹവും പദ്ധതിയുമുണ്ട്. ഈ ദിവസങ്ങളിൽ ദാനിയേലിന്റെ മേൽ വെളിപ്പെട്ടതുപോലെ ചില ശുഭതകൾ നിങ്ങളായിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തും നിങ്ങളുടെ മേലും തമ്പുരാൻ വെളിപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാൻ ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു. ധാരാളം കാരണങ്ങൾക്കകത്ത് ഈ 6-ാമത്തെ വാക്യത്തിലെ ചില കാരണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇത് ചുരുങ്ങിയ സമയത്തെ സന്ദേശമാകിയാൽ 6-ാമത്തെ അധ്യായത്തിലെ എല്ലാ കാരണങ്ങളും ഒരു സന്ദേശത്തിനകത്ത് ഉൾപ്പെടുത്തുവാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് വരും ദിവസങ്ങളിൽ ഓരോ സന്ദേശങ്ങൾക്കകത്ത് ഓരോ കാരണങ്ങൾ പങ്കുവെപ്പാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാമത്തെ കാരണം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. അവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത്: എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നത് കൊണ്ട്. പ്രിയമുള്ളവരെ, ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള 1-ാമത്തെ കാരണം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, താൻ ഉത്കൃഷ്ടമാനസനായിരുന്നു എന്നാണ്. മലയാളത്തിൽ ഉത്കൃഷ്ടമാനസനായിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ ചിന്തിച്ചാൽ, നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ചിന്തിച്ചാൽ, ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എക്സലന്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉത്തമമായ ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നു. ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാൻ ഉണ്ടായിരുന്ന 1-ാമത്തെ കാരണമായി ഞാൻ ഈ കാരണത്തെ എടുക്കുകയാണ്. തന്നിൽ ഉത്തമമായ ഒരാത്മാവ് ഉണ്ടായിരുന്നു. ഉത്തമമായ ആത്മാവ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഉത്തമമായ ആത്മാവ് അത് ദൈവാത്മാവാണ്. ഞാൻ ആ ഉത്തമമായ ആത്മാവിന് കുറച്ചും കൂടെ പ്രാധാന്യം നൽകി പറഞ്ഞാൽ അത് ദൈവാത്മാവ് തന്നെയാണ്. മറ്റെല്ലാ ആത്മാവിനേക്കാളും മറ്റെല്ലാ കാര്യങ്ങൾക്കാളും ഉത്തമമായത് ദൈവാത്മാവാണെങ്കിൽ താൻ ശുഭപ്പെട്ടിരിക്കുവാനുണ്ടായിരുന്ന ഈ 1-ാമത്തെ കാരണം ദൈവാത്മാവ് തന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, താനായിരുന്ന ജീവിത സാഹചര്യത്തിനകത്ത്, താനായിരുന്ന ജോലി മേഖലകൾക്കകത്ത്, താനായിരിക്കുന്ന കാര്യങ്ങൾക്കകത്തെല്ലാം താൻ ദൈവാത്മാവിന് തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വളരെ പ്രാധാന്യത കൊടുത്തു എന്നുള്ളതല്ലേ. ദൈവാത്മാവ് തന്നിൽ ഉണ്ടായിരുന്ന നിമിത്തം മാത്രമല്ല, ദൈവാത്മാവിനെ അനുസരിച്ചതുകൊണ്ടും ദൈവാത്മാവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി താൻ നിന്നതുകൊണ്ടും ദൈവാത്മാവിന് തൻ്റെ ജീവിതത്തിൽ അധിക പ്രാധാന്യത കൊടുത്തതുകൊണ്ടും താൻ ശുഭപ്പെട്ടിരിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ദൈവാത്മാവ് തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നിൽ വെളിപ്പെട്ടതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഭാഗത്ത് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദാനിയേൽ വിശിഷ്ടനായി വിളങ്ങി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, താൻ വിശിഷ്ടനായി വിളങ്ങാൻ എന്താ കാരണം? അത് തന്നിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 120 പ്രധാന ദേശാധിപതികൾ, അവരുടെ മേൽ 3 അധ്യക്ഷന്മാർ. ഈ 3 അധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു ദാനിയേൽ. അതിനുശേഷം ഈ പ്രധാന ദേശാധിപന്മാരിലും താൻ വിശിഷ്ടനായി വിളങ്ങി എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുകയാണ്. സ്തോത്രം. എല്ലാ ദേശാധിപതികളെക്കാളും താൻ വിശിഷ്ടനായി വിളങ്ങി എന്ന് കാണുന്നു. എന്തുകൊണ്ടാണ് താൻ വിശിഷ്ടനായി വിളങ്ങാൻ കാരണം? തന്നിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പിന്നീട് നാം ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ
ദാനിയേലിനെ രാജാവ് വിചാരിച്ചു. സ്തോത്രം. സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 120 പേരിൽ ഇല്ലാത്ത, മറ്റ് അധ്യക്ഷന്മാരിലില്ലാത്ത, മറ്റ് പ്രധാന ദേശാധിപന്മാരിലില്ലാത്ത വലിയ നിയോഗം, അധികാരം തൻ്റെ മേൽ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് മറ്റുള്ളവരിലില്ലാത്ത ഈ സവിശേഷ ഗുണങ്ങൾ, ഈ പ്രത്യേകതകൾ, ഈ അധികാരം തൻ്റെ മേൽ വെളിപ്പെടുവാൻ കാരണം? തൻ്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമായിരുന്നു. തന്നിലൂടെ ദൈവാത്മാവ് പ്രവർത്തിച്ചത് നിമിത്തം മറ്റുള്ളവരിലില്ലാത്ത പ്രധാനപ്പെട്ട പദവികൾ തൻ്റെ മേൽ വെളിപ്പെടാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവാത്മനിയോഗത്തോടെ വചനത്തിന്റെ പിൻബലത്തിൽ പറയട്ടെ, നമ്മുടെ മേലൊരു ശുഭത നൽകാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദാനിയേലിനെ പോലെ ദൈവാത്മാവിന് നമ്മുടെ ജീവിതത്തിനകത്ത് അധിക പ്രാധാന്യത നൽകാം. ദൈവാത്മാവ് പറയുന്നത് നമുക്ക് അനുസരിക്കാം. ദൈവാത്മാവിന്റെ ശബ്ദത്തിന് നമുക്ക് കാതു കൊടുക്കാം. ദൈവാത്മ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് നിൽക്കാം. അങ്ങനെ നാം നിന്നാൽ നിശ്ചയമായും നമ്മുടെ മേലൊരു ശുഭത വെളിപ്പെടും. ദാനിയേലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ചേർത്ത് പറഞ്ഞാൽ മറ്റനേകരിലില്ലാത്ത വലിയ സവിശേഷത തൻ്റെ മേൽ വെളിപ്പെട്ടെങ്കിൽ, ഞാൻ ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും മറ്റനേകരിലില്ലാത്ത ദൈവിക അനുഭവങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് വെളിപ്പെടും. ദൈവാത്മാവിന് നിങ്ങൾ പ്രാധാന്യത കൊടുത്താൽ മറ്റു കുടുംബങ്ങളിൽ വെളിപ്പെടാത്തത് നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടും. മറ്റ് തലമുറകളിൽ വെളിപ്പെടാത്തത് നിങ്ങളുടെ തലമുറകളിൽ വെളിപ്പെടും. മറ്റ് അനേക ശുശ്രൂഷകളിൽ വെളിപ്പെടാത്തത് നിങ്ങളിലും നിങ്ങളുടെ ശുശ്രൂഷകളിലും വെളിപ്പെടുവാനിടയാത്തീരും. എന്ത് നാം ചെയ്യണം? ഈ ദിവസങ്ങളിൽ ദാനിയേലിനെ പോലെ ദൈവാത്മാവിന് അധിക പ്രാധാന്യത നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കൊടുക്കാം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കൊടുക്കാം. നമ്മുടെ തലമുറകൾക്ക് നമുക്ക് അതിനുവേണ്ടി അവരെ നയിക്കാം. ദൈവാത്മാവിന് അധിക പ്രാധാന്യത കൊടുക്കാൻ. അങ്ങനെ ദൈവാത്മാവിന് അധിക പ്രാധാന്യത കൊടുത്താൽ നിശ്ചയമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഒരു ശുഭത ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയാത്തീരും. ഒന്നാമത്തെ കാരണമായി നാം കണ്ടത് തന്നിൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു എന്നതാണ്. സ്തോത്രം. ഇനിയും ചില പ്രത്യേകതകൾ കൂടി ഈ 6-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് ദർശിക്കുവാൻ കഴിയും. അടുത്ത സ്തോത്ര സന്ദേശങ്ങളിൽ ഞാനത് ഉൾപ്പെടുത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമുക്കും ദൈവാത്മാവിന് അധിക പ്രാധാന്യത കൊടുക്കാം. അങ്ങനെ ദൈവാത്മാവിന് അധിക പ്രാധാന്യത കൊടുത്താൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ദൈവിക ശുഭത വെളിപ്പെടുവാനിടയാത്തീരും. ആകയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവാത്മാവിന് അധിക പ്രാധാന്യത കൊടുത്ത് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ.